ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ആശ ബിനീഷ്. പുതിയൊരു PSC നോട്ടിഫിക്കേഷനുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ PSCക്ക് പഠിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ കൺസേൺസ് എന്തായിരിക്കും? ചിലവരെയെങ്കിലും സംബന്ധിച്ചിടത്തോളം GK പഠിക്കണം, മലയാളം പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം തുടങ്ങിയ കുറച്ച് കൺസേൺസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു അടിപൊളി നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഈ നോട്ടിഫിക്കേഷനെ പറ്റി അറിയുക. അത് മറ്റൊന്നുമല്ല, വരാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് എന്താ? ഡയറി ഫാം ഇൻസ്ട്രക്ടറാണ് അല്ലേ? എന്താ ഈ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുമ്പം നമുക്കറിയാം, ഒരു നാട്ടിൽ കുറച്ച് പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഉള്ളിടത്തൊക്കെ ഈ ഡയറി ഫാം ഇൻസ്ട്രക്ടർ ഗവൺമെൻറ് പോസ്റ്റ് എപ്പോഴും വിളിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു തരാൻ പോകുന്നത് ഇതിൻ്റെ ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടാണ്. എന്താ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ? മറ്റൊന്നുമല്ല, നിങ്ങൾ +2 സയൻസ് പഠിച്ചവരാണോ? ആ സയൻസിൽ നിങ്ങൾക്ക് മാത്സ് ഉണ്ടായിരുന്നു അല്ലേ? ഇനിയും അങ്ങനെ അല്ലാതെ നിങ്ങൾ മാത്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ബയോളജി പഠിച്ചിട്ടുണ്ട്, +2 സയൻസ് ബയോളജി പഠിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ +2 കഴിഞ്ഞ് സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? ഒരു ഗ്രാജുവേഷൻ മറ്റേതിലും ആയിക്കോട്ടെ, BA ഹിസ്റ്ററി പഠിച്ചവരായിരിക്കണം, അല്ലെങ്കിൽ BTech പഠിച്ചവരായിരിക്കണം, അങ്ങനെ ഒന്നും ഒരു പ്രശ്നമില്ല. ഏത് ഗ്രാജുവേഷൻ ആയാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. എന്താണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ? അപ്പോൾ ഈ എക്സാമിൻ്റെ സവിശേഷത എന്തായിരിക്കും? സാലറി തന്നെയാണ്. നോക്കിക്കേ, സാധാരണ PSC എക്സാമിൽ LDയിൽ പറയുന്ന സാലറി അല്ല, 35,600 മുതൽ 75,400 വരെയാണ് ഇതിൻ്റെ പാക്കേജ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നല്ല അട്രാക്റ്റീവ് സാലറിയാണ് നമ്മുടെ സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അട്രാക്റ്റീവായിട്ടുള്ള സാലറിയും ഉണ്ട്. നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? കെമിസ്ട്രി പഠിക്കണം, ഫിസിക്സ് പഠിക്കണം, മാത്സ് പഠിക്കണം, ബയോളജി പഠിക്കണം. അതോടൊപ്പം തന്നെ ബേസിക് ഡയറി സയൻസ് പഠിക്കണം. ഇതിനെല്ലാത്തിനും 20 മാർക്ക് വെച്ചിട്ടായിരിക്കും. കണ്ടോ? 20 മാർക്ക്. അതായത് നമ്മൾ ആകെ പഠിക്കാത്ത എന്തായിരിക്കും? നിങ്ങൾ ചിലവരെങ്കിലും ബേസിക് ഡയറി സയൻസ് ആയിരിക്കും. ഇത് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ അമൂലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ മിൽക്കുമായിട്ട്, മിൽമയുമായിട്ട്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അത് നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. മനസ്സിലായോ? പഠിച്ചെടുക്കാവുന്ന പോർഷനാണ്. ഇനി കെമിസ്ട്രി, ഏത് ലെവലിലെ കെമിസ്ട്രിയാണ്? +1 കെമിസ്ട്രിയും +2 കെമിസ്ട്രിയും നമ്മൾ പഠിക്കണം. അടുത്തത് ഫിസിക്സ് +1 പഠിക്കണം, +2 പഠിക്കണം, മാത്സ് ആയാലും +1 +2 പഠിക്കണം. ഇപ്പോൾ വേറൊരു ഗുണമുള്ള കുറച്ചൊക്കെ ആൾക്കാരുണ്ട്. ഈയിടെ ഈ ഒരു പോർഷൻസ് പല PSC എക്സാംസിലും പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ +2 എന്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും? നമ്മുടെ സയൻസ് പഠിച്ചിട്ടുള്ള പല പരീക്ഷ നടത്തിയിട്ടുണ്ട്. നമ്മുടെ ലാബ് അസിസ്റ്റൻ്റ് എക്സാം, ഫിംഗർ പ്രിൻറ്റ്, ഇതിനകത്തൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തവരാണെങ്കിൽ താണ്ട് ഈ പോർഷൻസ് ഉണ്ടാവും. ഇനി അല്ല എങ്കിൽ നിങ്ങൾ പഠിച്ചെടുക്കേണ്ടത് +1 +2 ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയുമാണ്, മാത്സുമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് എന്താ ഒരു ഗുണമുള്ളത്? ഇതിനെ സീരിയസ് ആയിട്ട് കാണുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറവായിരിക്കും. ഇപ്പോൾ പല PSC എക്സാംസിലും എഴുതുന്നവർ ഇത് അപ്ലൈ ചെയ്യത്തില്ല. കാരണം എന്തായിരിക്കും? +1 +2 ആണ് പഠിക്കേണ്ടത്. പക്ഷേ എന്താ, ഇത് പ്രിപ്പയർ ചെയ്യുന്നവന് മനസ്സിലാകും, ഇത് ഒരു സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 2 വർഷത്തെ പുസ്തകങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീരും. ബേസിക് കോൺസെപ്റ്റ് തൊട്ട് അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് വരെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പം ഉദ്യോഗാർത്ഥികളുടെ എണ്ണം വളരെ കുറവായിരിക്കും. പിന്നീട് എന്തായിരിക്കും? കഴിഞ്ഞ തവണകളിലെ കട്ട് ഓഫ് എന്ന് മനസ്സിലാക്കാം. 2022 63.33, ഇതിന് മുമ്പ് നടന്ന 2016 51.33 ആയിരുന്നു. ഇനി ഇപ്പം ഈ ലിസ്റ്റ് കാലാവധിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ലിസ്റ്റാണ്. അതിലെ ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 16/6/2026 ഈ ലിസ്റ്റ് തീരാൻ പോകുന്നത് 5/12/2027. ഏകദേശം 70ഓളം അഡ്വൈസ് ഇപ്പം തന്നെ ഈ ലിസ്റ്റിൽ പോയി കഴിഞ്ഞു. അപ്പം ഇനിയും 1 വർഷത്തിലധികം ഈ ലിസ്റ്റിന് കാലാവധിയുണ്ട്. ഇനി അപ്പോൾ എന്നാ ഈ എക്സാം വിളിക്കുന്നത്? 5/12/2027 എക്സാം ഈ ലിസ്റ്റ് തീരുകയാണ്. അപ്പോൾ എന്തിലായിരിക്കും വിളിക്കുന്നത്? ഈ വർഷം അവസാനത്തേക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന PSCയുടെ മറ്റൊരു എക്സാമാണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ. ഇനിയും ഇതിൻ്റെ സിലബസ് എന്തായിരിക്കും? അപ്പോൾ സിലബസിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം നോക്കിക്കേ, ഫിസിക്സിൻ്റെ പോർഷൻ, ഫിസിക്സ് ഫണ്ടമെൻ്റൽ ഫോഴ്സ് ഇൻ നേച്ചറാണ്. അതിൽ യൂണിറ്റ് ആൻഡ് മെഷേഴ്സ് ആണ്, SI യൂണിറ്റ്സ് ഉണ്ട്, കൺവേർഷൻ ഓഫ് യൂണിറ്റ് ഉണ്ട്. ഇതിനെല്ലാം കൂടെ 1 മാർക്ക്. അപ്പോൾ കൃത്യമായും പോർഷൻ വൈസ് പറഞ്ഞിട്ടാണ് ഇവിടെയുള്ളത്. ഫിസിക്സിൻ്റെ പോർഷൻസ് ഉണ്ട്, മോഷൻ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ എ പ്ലെയിന്, ലോസ് ഓഫ് മോഷൻ. ഇതൊക്കെ നമ്മൾ +1 +2 പഠിക്കുന്ന പോർഷനാണ്. വർക്ക് എനർജി, പവർ, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലേ? ഹീറ്റ്, തെർമോഡൈനാമിക്സ്, ഓസിലേഷന്, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, ഇങ്ങനെ ഓരോന്നിനും കൃത്യമായ സിലബസ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. കെമിസ്ട്രിക്കുണ്ട്, അറ്റോമിക്
പീരിയോഡിക് ടേബിൾ ഉണ്ട്, അറ്റോമിക് മോഡൽസ് ഉണ്ട്, ബോർ മോഡലുണ്ട്. ഇതൊന്നും നമ്മൾ എവിടെ പഠിക്കണില്ല. നമ്മളിപ്പോൾ ബോർ മോഡൽസിൻ്റെ ബേസ് ചെയ്തിട്ടൊന്നും നമ്മുടെ സാധാരണ PSC എക്സാമിന് പഠിക്കുമോ? പഠിക്കാറില്ല. ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം ഇതൊന്നും നമ്മൾ പഠിക്കില്ല. അപ്പോൾ നമ്മൾ എന്താ എടുക്കേണ്ടത്? +1 +2 ബുക്കുകൾ കൃത്യമായി മാർക്ക് ചെയ്യുക. ഏതൊക്കെ ചാപ്റ്ററാണ് ഈ സിലബസിലുള്ളത്? നിങ്ങൾക്ക് ഇതിൻ്റെ സിലബസ് വേണോ? ഞാൻ താഴെ ഒരു ഗ്രൂപ്പ് കൊടുത്തിരിക്കാം. ആ ഗ്രൂപ്പിൽ ഇതിൻ്റെ സിലബസ് കിട്ടും. കംപ്ലീറ്റ് സിലബസ് നോക്കുക. നിങ്ങളെ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇനി അതല്ല എങ്കിലും നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട്, കാരണം നമ്മുടെ കയ്യിൽ ഒരു 6 മാസം സമയം ഉണ്ടാകും. ആ 6 മാസം കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു സിലബസിലുള്ളത്. പ്രോപ്പറായിട്ട് സ്റ്റഡി മെറ്റീരിയൽസും എക്സ്പേർട്സിൻ്റെ ക്ലാസ്സുകളും ഒക്കെയും ഞങ്ങളുടെ ക്ലാസ്സിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. റെക്കോർഡഡ് വേർഷൻസും അതോടൊപ്പം തന്നെ ലൈവ് ക്ലാസ്സുകളും അടങ്ങിയതാണ് ഞങ്ങളുടെ ഡയറി ഫാം ഇൻസ്ട്രക്ടറിൻ്റെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. അതിൽ സ്പെഷ്യൽ ടോപ്പിക്കുകളും അടങ്ങിയിട്ടുണ്ടാകും. മോഡൽ എക്സാംസും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാനായിട്ട് അധ്യാപകരും ഒക്കെയും ഈ ഒരു ബാച്ചിൻ്റെ സവിശേഷതയാണ്. അപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് ഒരു PSC എക്സാം ഒക്കെ നോക്കുന്നുണ്ടേ എങ്കിൽ തീർച്ചയായിട്ടും വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ക്ലാസ്സുകളാണ് പുതുതായിട്ട് CCയുടെ ഈ ഒരു ഡയറി ഫാം ഇൻസ്ട്രക്ടർ ക്ലാസ്സുകൾ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. മറന്നു പോകേണ്ട, ഇത് ഞങ്ങളുടെ ഒരു പുതിയ ബാച്ചാണ്. പുതിയ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാൻ സാധിക്കും. അപ്പോൾ ബാച്ചിലേക്ക് വരാൻ ആഗ്രഹമുള്ളവരൊക്കെ ഞാൻ ഇവിടെ നമ്പർ കൊടുത്തിരിക്കാം. ഒന്ന് വിളിച്ചന്വേഷിക്കുകയോ അല്ലെങ്കിൽ ഒരു ഗൂഗിൾ ഫോം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒന്ന് നിങ്ങളുടെ ഫോം ഫില്ല് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. ഇപ്പോൾ അതോടൊപ്പം തന്നെ പുതിയ ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ കോഴ്സ് ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിരവധി ഓഫേഴ്സും ഈ ഒരു കോഴ്സിനെ ബേസ് ചെയ്തിട്ട് ഇപ്പം അവൈലബിൾ ആണ്. മറന്നു പോകേണ്ട ഈ ഒരു അവസരം ഇപ്പോൾ തന്നെ നിങ്ങൾ ഗ്രാബ് ചെയ്തോളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുക. ഒരുമിച്ച് പഠിക്കാൻ സാധിക്കും നമുക്ക്. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ പുതിയ വീഡിയോസുമായിട്ടൊക്കെ നമ്മുടെ ചാനൽ വീണ്ടും കാണാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി.